ഇതാണ് ഗ്രന്ഥം എന്ന വാക്യത്തിനർത്ഥം ഇനി മുതൽ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ നിർവചിക്കുന്ന കേന്ദ്രം ഇതാണ് എന്നത്രേ. വായന എന്ന സാംസ്കാരികതയിലൂന്നിയ പ്രഖ്യാപനമാണത്. കിതാബ് എന്നത് അധികാരത്തിൻ്റെ പുതിയ രൂപമാണ്. നരവംശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ രാഷ്ട്രീയ അധികാരത്തേക്കാൾ ദീർഘായുസ്സുള്ളത് പ്രതീകാത്മക അധികാരത്തിനാണല്ലോ. ഒരു രാജാവ് മരിക്കും, ഒരു സാമ്രാജ്യം തകരും, പക്ഷേ ഒരു ഗ്രന്ഥം തലമുറകളെ നിയന്ത്രിക്കും. കാരണം ഗ്രന്ഥം ബോധത്തെ നിയന്ത്രിക്കുന്നു. റിസാല അപ്ഡേറ്റ് ദാലിക്കൽ കിതാബ്, ഇത് ഗ്രന്ഥമാകുന്നു. ഭാഗം 1. EMA ആരിഫ് ബുഖാരി എഴുതുന്നു, ഇത് ഗ്രന്ഥമാകുന്നു, ഇതിൽ സംശയമില്ല തന്നെ. ഭക്തജനങ്ങൾക്ക് സന്മാർഗദർശകമത്രേ ഇത്. അൽ-ബഖറ സൂറത്ത്. ദാലിക്കൽ കിതാബ്, ഇതൊരു നാഗരികതയുടെ പ്രഖ്യാപനമാണ്. ഒരു പുതിയ ലോകദർശനത്തിൻ്റെ ജനനമാണ്. ചരിത്രത്തിൽ മഹത്തായ നാഗരികതകളെ നോക്കൂ. വേദങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തെ രൂപപ്പെടുത്തി. തോറ യഹൂദ സമൂഹത്തെ രൂപപ്പെടുത്തി. പുതിയ നിയമം ക്രൈസ്തവ സഭയെ രൂപപ്പെടുത്തി. അതെ, ഈ ഖുർആൻ ഒരു ഉമ്മത്തിനെ രൂപപ്പെടുത്തുന്നു. അതിനാൽ ഇതാണ് ഗ്രന്ഥം എന്ന വാക്യത്തിന് അർത്ഥം ഇനി മുതൽ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ കേന്ദ്രം ഇതാണ് എന്നത്രേ. വായന എന്ന സാംസ്കാരികതയിലൂന്നിയ പ്രഖ്യാപനമാണത്. കിതാബ് എന്നത് അധികാരത്തിൻ്റെ പുതിയ രൂപമാണ്. നരവംശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ രാഷ്ട്രീയ അധികാരത്തേക്കാൾ ദീർഘായുസ്സുള്ളത് പ്രതീകാത്മക അധികാരത്തിനാണല്ലോ. ഒരു രാജാവ് മരിക്കും, ഒരു സാമ്രാജ്യം തകരും, പക്ഷേ ഒരു ഗ്രന്ഥം തലമുറകളെ നിയന്ത്രിക്കും. കാരണം ഗ്രന്ഥം ബോധത്തെ നിയന്ത്രിക്കുന്നു. ഖുർആൻ ആദ്യമായി മക്കയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഖുറൈശ് അതിനെ രാഷ്ട്രീയ ഭീഷണിയായി കാണുന്നതിന് മുമ്പ് ജ്ഞാനപരമായ ഭീഷണിയായി കണ്ടു. കാരണം അവരുടെ ലോകം നിർമ്മിച്ചിരിക്കുന്നത് കവിത, ഗോത്രപരമ്പര, വാമൊഴി, പൂർവികരോടുള്ള അന്ധമായ പിന്തുടർച്ച എന്നിവയായിരുന്നു. അവിടെയാണ് ഖുർആൻ വന്ന് പറയുന്നത്, അധികാരത്തിൻ്റെ കേന്ദ്രം ഇനി പൂർവികർ അല്ല, വഹ്യ് അഥവാ ബോധം ആണെന്ന്. ഇതാണ് യഥാർത്ഥ വിപ്ലവം. കത്ബ് എന്നാൽ കൂട്ടിച്ചേർക്കുക എന്നാണ് അർത്ഥമെന്ന് ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഖുർആൻ ചെയ്യുന്നത് അതാണ്. ചിതറിക്കിടക്കുന്ന മനുഷ്യർ ഒരു കഥയിൽ, ഒരു ചരിത്രത്തിൽ, ഒരു ദൈവത്തിൽ, ഒരു ഭാഷയിൽ, ഒരു നൈതികതയിൽ കൂട്ടിച്ചേർക്കുന്നു. ഈ കൂട്ടിച്ചേർക്കലിന് ഖുർആനിൽ നിന്ന് നേർചിത്രം ലഭിക്കും. ചന്ദ്രപ്പിറവി, പർവ്വതങ്ങൾ, ഇബാദത്ത്, ശരീഅത്ത്, ദാനം, വിശുദ്ധമാസം, ആർത്തവം, അനാഥർ, യുദ്ധലാഭം, മദ്യം, ചൂതാട്ടം, ആത്മാവ്, അന്ത്യസമയം, ദുൽഖർനൈൻ എന്നിങ്ങനെ പ്രകൃതി, ശരീഅത്ത്, സാമൂഹികം, സാമ്പത്തികം, സാമൂഹികം, ധാർമ്മികം, ചരിത്രം, അഖീദ എന്നീ തലങ്ങളിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനുചരർ ചോദിക്കുന്നതായി ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അവർ താങ്കളോട് ചന്ദ്രപ്പിറവികളെക്കുറിച്ച് ചോദിക്കുന്നു. പറയുക, അവ ജനങ്ങൾക്ക് സമയനിർണയത്തിനും ഹജ്ജിനുമുള്ള അടയാളങ്ങളാണ്. വീടുകളിൽ അവയുടെ പിൻവശം കൂടി പ്രവേശിക്കുന്നതല്ല ധർമ്മം. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനാണ് ധാർമ്മികൻ. വീടുകളിൽ അവയുടെ വാതിലുകൾ വഴിയാണ് പ്രവേശിക്കേണ്ടത്. അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ, നിങ്ങൾ വിജയിക്കുമാറാകട്ടെ. ഖുർആൻ 2-ാം സൂക്തം 189. അവർ താങ്കളോട് എന്താണ് ദാനം ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. പറയുക, നിങ്ങൾ ചെയ്യുന്ന ഏതു നന്മയുള്ള ചെലവും മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും ദരിദ്രർക്കും വഴിയാത്രക്കാർക്കും വേണ്ടിയാവട്ടെ. നിങ്ങൾ ചെയ്യുന്ന നന്മയെല്ലാം അല്ലാഹു അറിയുന്നവനാകുന്നു. ഖുർആൻ 2:215.
അവർ താങ്കളോട് വിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് ചോദിക്കുന്നു. പറയുക, അതിൽ യുദ്ധം ചെയ്യുന്നത് വലിയ കാര്യമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുന്നതും അവനിൽ അവിശ്വസിക്കുന്നതും വിശുദ്ധ മസ്ജിദിലേക്കുള്ള പ്രവേശനം തടയുന്നതും അവിടുത്തെ നിവാസികളെ പുറത്താക്കുന്നതും അള്ളാഹുവിങ്കൽ അതിലും ഗുരുതരമാണ്. മതപീഡനം കൊലപാതകത്തേക്കാൾ ഗുരുതരമാണ്. ഖുർആൻ 2:217. അവർ താങ്കളോട് മദ്യത്തെയും ചൂതാട്ടത്തെയും കുറിച്ച് ചോദിക്കുന്നു. പറയുക, അവ രണ്ടിലും വലിയ പാപമുണ്ട്. ആളുകൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട്, എന്നാൽ അവയിലെ പാപം പ്രയോജനത്തേക്കാൾ വലുതാണ്. അവർ എന്താണ് ദാനം ചെയ്യേണ്ടതെന്നും ചോദിക്കുന്നു. പറയുക, ആവശ്യത്തിലധികമുള്ളത്. ഇപ്രകാരം അള്ളാഹു തൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിശദീകരിക്കുന്നു, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. ഖുർആൻ 2:219. അവർ താങ്കളോട് അനാഥരെക്കുറിച്ച് ചോദിക്കുന്നു. പറയുക, അവരുടെ കാര്യങ്ങൾ നന്നാക്കുന്നതാണ് ഉത്തമം. നിങ്ങൾ അവരുമായി ഇടപഴകുന്നുവെങ്കിൽ അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. നാശമുണ്ടാക്കുന്നവനെയും നന്മ ചെയ്യാൻ ശ്രമിക്കുന്നവനെയും അള്ളാഹു അറിയുന്നു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ പ്രയാസത്തിലാക്കുമായിരുന്നു. തീർച്ചയായും അള്ളാഹു പ്രതാപശാലിയും ജ്ഞാനിയുമാകുന്നു. ഖുർആൻ സൂറത്ത് 2:220. അവർ താങ്കളോട് ആർത്തവത്തെക്കുറിച്ച് ചോദിക്കുന്നു. പറയുക, അതൊരു അസ്വസ്ഥതയുടെ അവസ്ഥയാണ്. അതിനാൽ ആർത്തവകാലത്ത് സ്ത്രീകളിൽ നിന്ന് ലൈംഗിക ബന്ധത്തിൽ വിട്ടുനിൽക്കുക. അവർ ശുദ്ധരാകുന്നതുവരെ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്. അവർ ശുദ്ധരായാൽ അള്ളാഹു നിർദ്ദേശിച്ച രീതിയിൽ അവരുമായി ബന്ധപ്പെടുക. പശ്ചാത്തപിക്കുന്നവരെയും ശുദ്ധി പാലിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഖുർആൻ സൂറത്ത് 2:222. അവർ താങ്കളോട് അവർക്ക് എന്താണ് അനുവദിക്കപ്പെട്ടതെന്ന് ചോദിക്കുന്നു. പറയുക, എല്ലാ നല്ല വസ്തുക്കളും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. പരിശീലിപ്പിച്ച വേട്ടമൃഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പിടിച്ചു കൊണ്ടുവരുന്നതും അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് വിട്ടതാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ. തീർച്ചയായും അള്ളാഹു അതിവേഗം വിചാരണ ചെയ്യുന്നവനാകുന്നു. ഖുർആൻ സൂറത്ത് 5:4. അവർ താങ്കളോട് യുദ്ധലാഭത്തെക്കുറിച്ച് ചോദിക്കുന്നു. പറയുക, യുദ്ധലാഭം അള്ളാഹുവും അവൻ്റെ ദൂതനും അവകാശപ്പെട്ടതാണ്. അതിനാൽ അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ. നിങ്ങൾ തമ്മിലുള്ള ബന്ധം നന്നാക്കുവിൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുവിൻ. ഖുർആൻ സൂറത്ത് 8:1. അവർ താങ്കളോട് ആത്മാവിനെക്കുറിച്ച് ചോദിക്കുന്നു. പറയുക, ആത്മാവ് എൻ്റെ രക്ഷിതാവിൻ്റെ കാര്യങ്ങളിൽ ഒന്നാണ്. നിങ്ങൾക്ക് അറിവിൽ നിന്ന് വളരെ കുറച്ചേ നൽകപ്പെട്ടിട്ടുള്ളൂ. ഖുർആൻ സൂറത്ത് 17:85. അവർ താങ്കളോട് ദുൽഖർനൈനിനെക്കുറിച്ചും ചോദിക്കുന്നു. പറയുക, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വിവരണം ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. ഖുർആൻ 18:83. അവർ താങ്കളോട് പർവ്വതങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. പറയുക, എൻ്റെ രക്ഷിതാവ് അവയെ പൂർണ്ണമായി പൊട്ടിച്ചു വിതറും. പിന്നെ ഭൂമിയെ സമതലമായ ശൂന്യപ്രദേശമാക്കി വിട്ടും അതിൽ വളവോ ഉയർച്ച താഴ്ചയോ നീ കാണുകയില്ല. ഖുർആൻ സൂറത്ത് 20:105. അവർ താങ്കളോട് അന്ത്യസമയത്തെക്കുറിച്ച് ചോദിക്കുന്നു. അത് എപ്പോഴാണ് സംഭവിക്കുക? അതിനെക്കുറിച്ച് പറയാൻ താങ്കൾക്ക് എന്ത് അധികാരമുണ്ട്? അതിൻ്റെ അന്തിമ അറിവ് താങ്കളുടെ രക്ഷിതാവിങ്കലാണ്. അതിനെ ഭയപ്പെടുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാണ് താങ്കൾ. അവർ അത് കാണുന്ന ദിവസം ലോകത്തിൽ ഒരു സായാഹ്നമോ ഒരു പ്രഭാതമോ മാത്രം താമസിച്ചിരുന്നത് പോലെയായിരിക്കും അവർക്ക് തോന്നുക. ഖുർആൻ സൂറത്ത് 79 42 മുതൽ 46 ആയത്ത്. ഖുർആനിലെ അവർ താങ്കളോട് ചോദിക്കുന്നു,
എന്ന ഈ ചോദ്യശ്രേണി വെറും മതചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്നതിലുപരി ഒരു സമൂഹം രൂപപ്പെടുന്ന രീതിയുടെ രേഖപ്പെടുത്തലാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പരിവർത്തന ഘട്ടത്തിൽ രൂപം കൊണ്ട പുതിയ മുസ്ലിം സമൂഹത്തിൻ്റെ നിയമ, നൈതിക, സാമ്പത്തിക, കുടുംബ, ആത്മീയ ഘടന ഈ ചോദ്യോത്തരങ്ങളിലൂടെ സ്ഥാപിക്കപ്പെടുകയായിരുന്നു. ചന്ദ്രപ്പിറവിയെക്കുറിച്ചുള്ള ചോദ്യം നോക്കൂ. വെറും ജ്യോതിശാസ്ത്ര ചോദ്യം എന്ന നിലക്കല്ല അതിൻ്റെ ഉത്തരം. ഒരു സമൂഹം സമയം എങ്ങനെ ക്രമീകരിക്കും എന്ന ചോദ്യമാണ് അത്. ഹജ്ജ്, നോമ്പ്, വ്യാപാരം, കടബാധ്യത, കൃഷി എല്ലാം ചന്ദ്രനെ ആശ്രയിക്കുന്നു. ഖുർആൻ മറുപടി നൽകുമ്പോൾ അത് ഒരു സാമൂഹിക സമയക്രമം സ്ഥാപിക്കുന്നു. എന്ത് ചെലവഴിക്കണം, അനാഥരെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഈ രണ്ട് ചോദ്യങ്ങൾ ചേർന്ന് ക്ഷേമരാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വം സൃഷ്ടിക്കുന്നു. സമ്പത്ത് സ്വകാര്യ അവകാശം മാത്രമല്ല, സാമൂഹിക ഉത്തരവാദിത്തമാണ് എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു. വിശുദ്ധ മാസത്തിലെ യുദ്ധവും യുദ്ധലാഭവും സംബന്ധിച്ച ചോദ്യങ്ങൾ അതീവ രാഷ്ട്രീയമാണ്. ഉത്തരത്തിൽ യുദ്ധത്തെ നൈതിക നിയന്ത്രണത്തിന് വിധേയമാക്കുന്നു. ആർത്തവത്തെക്കുറിച്ചുള്ള ചോദ്യം ശ്രദ്ധേയമാണ്. ചില സംസ്കാരങ്ങളിൽ സ്ത്രീയെ പൂർണ്ണമായും അകറ്റി നിർത്തിയപ്പോൾ ഖുർആൻ ശാരീരിക അസ്വസ്ഥതയെ അംഗീകരിക്കുന്നു. എന്നാൽ സ്ത്രീയെ സാമൂഹികമായി അപമാനിക്കുന്നില്ല. ശുദ്ധി, ആരോഗ്യബോധം, മാനവികത എന്നിവയുടെ സമതുലനം പാലിച്ചുകൊണ്ട് അതിനെ അഭിമുഖീകരിച്ചു. മദ്യവും ചൂതാട്ടവും സംബന്ധിച്ച സൂക്തം ഉടൻ സമ്പൂർണ്ണ നിരോധനം പ്രഖ്യാപിച്ചില്ല. ആദ്യം നൈതിക വിലയിരുത്തൽ പഠിപ്പിച്ചു. ലാഭമുണ്ട്, പക്ഷേ പാപം കൂടുതലാണ് എന്ന് ഓർമ്മിപ്പിച്ചു. ഇത് സാമൂഹ്യശാസ്ത്രപരമായി ക്രമാനുഗത പരിഷ്കാര മാതൃക, ഗ്രാജ്വൽ റിഫോം മോഡൽ ആണ്. സമൂഹത്തെ തകർക്കാതെ മാറ്റം കൊണ്ടുവരുന്നു. ആത്മാവിനെയും അന്ത്യസമയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഖുർആൻ അറിവിൻ്റെ പരിധി ഓർമ്മിപ്പിക്കുന്നു. ഒരു സമൂഹം നിലനിൽക്കാൻ ശാസ്ത്രം മാത്രം പോരാ, ബൗദ്ധിക വിനയം കൂടി ആവശ്യമാണ് എന്നുണർത്തി. എല്ലാം മനുഷ്യന് അറിയില്ല എന്ന ബോധം വഴി മതവികൃതിയെയും യുക്തിയുടെ അതിരൂക്ഷതയെയും നിയന്ത്രിച്ചു. അങ്ങനെ ഈ ചോദ്യോത്തരങ്ങളുടെ സാമൂഹിക ശാസ്ത്രപരമായ ഏറ്റവും വലിയ സംഭാവന ഗോത്ര സമൂഹത്തെ ഒരു നൈതിക സമൂഹമായി മാറ്റി എന്നതാണ്. ഖുർആൻ പറഞ്ഞ ഇത് ഗ്രന്ഥമാണ് എന്നതിൻ്റെ പ്രായോഗികത നിർമ്മിതിയാണിത്. അവസാനിച്ചിട്ടില്ല. ഭാഗം 2 തുടരും.